ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവരോടും ഒരു താങ്ക്സ് പറയുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. മുന്നോട്ടേക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പിയേഴ്സിൻ്റെ സോപ്പുമായിട്ടാണ്. കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളായിരുന്നു പിയേഴ്സിൻ്റെ കിറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ പിയേഴ്സിൻ്റെ സോപ്പ് എങ്ങനെയാണ് മേക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാവേ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു വെയ്പ്പ് മെഷീൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന അളവും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന റിസൾട്ടും നല്ല അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ്. ഇത് ഞാൻ മെഷർ ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ. ഒരു 500 ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. കറക്റ്റ് 500 ഗ്രാം അല്ല, ഒരു 4 ഗ്രാമിൻ്റെ അടുത്ത് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റി ബേസാണ് വരുന്നത്. ഈ ഒരു ബേസ് നമ്മളിനി ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് കേട്ടോ നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബേസ് മുറിച്ചെടുക്കുന്നത്. മുറിക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. മുറിക്കുന്നതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ബേസ് മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ കട്ട് ചെയ്തെടുത്ത ബേസാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബേസ് ഉണ്ടല്ലോ, അതും കൂടെ കൂട്ടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കുമെന്ന് മെൽറ്റായി കിട്ടാനായിട്ട്. ആ നേരം കൊണ്ട് നമുക്കിതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിംഗ് ഉണ്ടല്ലോ, അത് റെഡിയാക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വെയ്പ്പ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ്. തേൻ ഒരു 10 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തേൻ എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മുഖക്കുരു, അതുപോലെ തന്നെ മുഖക്കുരു എന്നതിൻ്റെ കറുത്ത പാടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. അങ്ങനെ തേൻ ആഡ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ബേസാണ് എങ്കിൽ കൂടി നമ്മൾ കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലിസറിൻ ഒരു 5 ഗ്രാമിൻ്റെ അടുത്താണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്ലിസറിൻ ആഡ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. 5 ക്യാപ്സ്യൂളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂളിന് പകരം നമുക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലുണ്ട് കോൺസെൻട്രേറ്റ്, അതാണെങ്കിലും ചേർത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ക്യാപ്സ്യൂളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു 5 ക്യാപ്സ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 100 ഗ്രാമിൻ്റെ സോപ്പിന് ഒരു ക്യാപ്സ്യൂൾ എന്ന രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാപ്സ്യൂളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. തേനും അതുപോലെ തന്നെ വെജ് ഗ്ലിസറിനും പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന വൈറ്റമിൻ ഇയുടെ ഓയിലും നല്ല രീതിയിൽ ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ രീതിയിലായിരിക്കും കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ മോൾഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിയേഴ്സിൻ്റെ മോൾഡ് ഒരു 90 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന മോൾഡാണ്. നമ്മൾ മെത്തിച്ച് കഴിഞ്ഞാൽ ഒരു 90-91 ഗ്രാമിൻ്റെയൊക്കെ മുകളിൽ കിട്ടും കേട്ടോ. ആ നേരം കൊണ്ട് ഇത് ബേസും നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, തേനും അതുപോലെ തന്നെ വെജ് ഗ്ലിസറിനും വൈറ്റമിൻ ഇയുടെ ഓയിലും അതും കൂടെ കൂടിയിട്ടുള്ള ഒരു കൂട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ പതവന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ബേസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് കളറ് അതുപോലെ തന്നെ ഫ്രാഗ്രൻസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചോക്കോ ബ്രൗൺ കളറ് ഒരു 2 ഡ്രോപ്സിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 11 ml ഒക്കെ അടുത്താണ് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കളറ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3 ഡ്രോപ്സിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ടോട്ടൽ കളറ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ചൂടോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു സിലിക്കൺ മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഇത് ഉരുകി പോവോ, അല്ലെങ്കിൽ നമ്മളിത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ ഉള്ളത്. ഉരുകി പോകത്തൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും. 100 ഗ്രാമിൻ്റെ മോൾഡാണെങ്കിൽ നമുക്കൊരു 5 സോപ്പൊക്കെ ചെയ്യാനുള്ളതാണ് കേട്ടോ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 90 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന മോൾഡാണ്. നമുക്ക് 6 ഷേപ്പിൽ ഒഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. 6ാമത്തേതിൽ നിറച്ചൊഴിക്കാനില്ല കേട്ടോ. പിന്നെ അതിന് മുകളിലുള്ള പത റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ റബ്ബിംഗ് ആൽക്കഹോളാണ് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്.
റബ്ബിംഗ് ആൽക്കഹോൾ ഇനി സ്പ്രേ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് മുകളിലുള്ള പത സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതിപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. 3 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ സോപ്പ് എങ്ങനെയാണ് കിട്ടിയേക്കണേന്നുള്ളത്. അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂറിനൊക്കെ മുകളിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പിയേഴ്സിൻ്റെ സോപ്പ്. നമുക്ക് അൺമോൾഡ് ചെയ്ത് നോക്കാവേ എങ്ങനെയാണ് കിട്ടിയേക്കണേന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സോപ്പ് നമ്മളിവിടെ അൺമോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല ഗ്ലാസ് മാതിരി നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ പിയേഴ്സിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ പിയേഴ്സിൻ്റെ സോപ്പ് വരുന്നത്. അങ്ങനത്തെ നമ്മുടെ ഓരോരോ സോപ്പുമായിട്ട് നമ്മൾ അൺമോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാ സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെടുക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. നല്ല തിക്നെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പിയേഴ്സിൻ്റെ സോപ്പ് വരുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇതിൻ്റെ കിറ്റ് ഉണ്ടോ, എങ്ങനെയാണ് ഈ ഒരു പിയേഴ്സിൻ്റെ സോപ്പ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മുടെ എല്ലാ സോപ്പും നമ്മളിവിടെ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമ്മുടെ പിയേഴ്സിൻ്റെ സോപ്പ് വരുന്നത്. നല്ല ആ ഒരു കളറിലും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അതിൽ 3 സോപ്പ് ഒരു 89 ഗ്രാമിൻ്റെയും 2 ഒരു 93 ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ലാസ്റ്റ് കുഞ്ഞു സോപ്പ് ഉണ്ടല്ലോ അതൊരു 47 ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിയേഴ്സിൻ്റെ സോപ്പ് വരുന്നത്. ഇനിയുള്ള പരിപാടി നമ്മളിത് കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചാണ് കേട്ടോ കവർ ചെയ്യുന്നത്. അപ്പോൾ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് നമ്മളിവിടെ റെഡി ആക്കി നമ്മുടെ സോപ്പുകളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് ബാക്ക് വശം ഈ ഒരു രീതിയിലായിരിക്കട്ടെ ഇരിക്കുന്നത്. ഇനി നമ്മളിത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലാക്കി സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിയേഴ്സിൻ്റെ സോപ്പ് വരുന്നത്. ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫേസ് വാഷ്, ഷാമ്പൂ, ലിപ് ബാം ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ലിപ് ബാമൊക്കെ റീസെല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. നമ്മൾ മെയിനായിട്ടും പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പുകളും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.